ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ലിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നമുക്ക് സെക്കൻഡ് ചാനൽ ഉണ്ട്, അത് സബ് ചെയ്യുക. അതിൽ വീഡിയോ ഇട്ടില്ല, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. വീഡിയോ വിൽ കം ഇൻ ദാറ്റ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ സ്കൈലൈനാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കർണാടകയിലാണ് മച്ചന്മാരുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ വാടകയ്ക്കെടുത്ത വീട്. ഈ സ്കൈലൈൻ ഇവിടെ വന്നിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കർണാടകയിൽ വന്നതെന്ന് വെച്ചാൽ പ്രകാശ് എന്നൊരു വണ്ടീൻ്റെ ഡെലിവറി എടുക്കാനാണ്. അപ്പോൾ ഒരു ബസ്സിൻ്റെ ഡെലിവറി ഉണ്ട് നമ്മുടെ ഹോളിഡേയ്സിക്ക്. നമ്മളുടെ ഹോളിഡേയ്സിൽ കുറേ വണ്ടികളുണ്ട്, അതൊക്കെ പതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇപ്പോൾ പുതിയൊരു വണ്ടീൻ്റെ ഡെലിവറി എടുക്കാനാണ്, BS6 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെലിവറി എടുക്കാനാണ് ഇപ്പം ഞാൻ പോകുന്നത്. കർണാടകയ്ക്ക് വന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ടീമിലത്തെ കുറച്ച് ചെക്കന്മാരും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും പോവാം അച്ഛന്മാരെ. ഇറങ്ങിയുണ്ട്. എവിടുന്ന് ഇവന്മാരൊക്കെ വരുന്നു? വണ്ടി എങ്ങാനും ഇടിച്ചാണെങ്കിലോ? നമ്മുടെ വണ്ടിക്ക് സീനിടുക, അവരുടെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ വണ്ടി ഇത് ലൈഫ് പറയുമ്പോൾ എങ്ങനെയാണോ വരിക, ലൈഫിൻ്റെ അത് കൊണ്ടത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ ഞാൻ. അപ്പോൾ എന്താ, നമുക്കിപ്പോൾ ഏതായാലും കർണാടകയിൽ പോകാൻ വച്ചാൽ. പിന്നെ ആദ്യത്തെ വീഡിയോ ആണ്, എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സാധാരണ ഞാൻ അവസാനം പറയാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടോട്ട് എനിക്ക് 152 സബ്ബായിട്ടുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ എനിക്ക് കുറേ സബ്ബാവും. നിങ്ങളേതായാലും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാൻ മച്ചാമാരെ. പാട്ടൊന്നും ഇടുന്നില്ല, കോപ്പിറൈറ്റ്. വണ്ടി നീങ്ങില്ലല്ലോ മച്ചാരെ. എന്താ വണ്ടി നീങ്ങാത്ത മച്ചാരെ? നമ്മളെ വണ്ടി ഓണാക്കില്ല, ആ ഒരു സീനുണ്ട്. നമ്മൾ വണ്ടി ഓണാക്കില്ല, അതോട്ടാണ് വണ്ടി നീങ്ങാത്തത്. സൗണ്ടൊന്നും കുറയ്ക്കട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഒരു അടിപൊളി വണ്ടിയാണ്. അതും ഹോളിഡേയ്സിൻ്റെ പേര് നമ്മൾ വെളിപ്പെടുത്താം. അപ്പോൾ കർണാടകയിൽ നിന്ന് തന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിറക്കണം, ഗ്രാഫും കാര്യങ്ങളൊക്കെ അടിച്ചിറക്കാൻ പോവാണ് നമ്മൾ. നമ്മുടെ എല്ലാ വണ്ടികളും ഇനി കളറാവും കേട്ടോ. കളർ കോഡ് വെള്ള കളറുള്ള കുറച്ച് വണ്ടികൾ നമ്മൾ ഇറക്കും. കുറച്ച് വണ്ടികൾ നമ്മുടെ കയ്യിൽ വെള്ള കളറാവും ഉണ്ടാവുക. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒരു 3-4 വണ്ടികൾ മാത്രമേ വെള്ള കളറിൽ, ബാക്കിയുള്ളതൊക്കെ കളർ അടിച്ച് ഇറക്കും, ഗ്രാഫ് അടിച്ച്. അപ്പോൾ അതായത് നമ്മൾ പ്രകാശിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് വെച്ചവരെ. അപ്പോൾ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് കണ്ണാണ് പ്രകാശ്. നമുക്ക് ഈ പൂച്ചട്ടീൻ്റെ അവിടെ കയറ്റി നിർത്താം. എന്താ വലിയ പൂച്ചട്ടിയല്ലേ. ഓക്കെ. സ്കൈലൈനേക്കാളിൽ എന്തൊരു വലിപ്പം പൂച്ചട്ടിക്ക്. വാ 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 വാ, സൂപ്പർ സൂപ്പർ. അമ്മോ, നമുക്കേതായാലും വെക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടും. എന്താ സെറ്റിങ്സിൻ്റെ അവിടെ കൈയമർത്തുന്നതാണ്. നമുക്കിപ്പോൾ ഏതായാലും സ്കൈലൈൻ GT ശരി പിക്ക് എടുക്കുക. ഓക്കെ, പിക്ക് എടുത്തിട്ടുണ്ട്. തമ്പനെയിൽ ഇടാനാണ്. ചിലപ്പോൾ തമ്പനെയിൽ നമ്മുടെ ബസ്സിൻ്റെ മാത്രം ഫോട്ടോ ഉണ്ടാവൂ. അപ്പോൾ നമുക്കിനിപ്പോൾ ബസ്സിൻ്റെ അടുത്തെത്തി കാണാം. അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മുടെ BS6 ബസ് Z1. ബൈ മോഡിങ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ മച്ചന്മാരെ, അപ്പം ഇനിയിപ്പോൾ വണ്ടി എടുത്ത് നേരെ വിടുക. നമ്മുടെ ഇങ്ങോട്ട് സ്റ്റിക്കർ വർക്കിൻ്റെ കടയിൽ നമ്മുടെ സ്കൈയിൽ നമ്മുടെ ടീമത്തെ ചെക്കന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അമ്മക്ക് ഇനി ബസ് എടുത്ത് പോവാം. 2 ചെക്കന്മാർ ഇതിൽ കയറുന്നുണ്ട്, 2 ചെക്കന്മാർ സ്കൈലൈൻ കൊണ്ട് പോയിട്ടുണ്ട്. എന്താവും സ്ഥിതി എന്നാന്ന് അറിയില്ല. അപ്പോൾ അച്ഛാ നമ്മളൊരു BMW എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഒരു BMW കൊണ്ട് വരാം. BMW എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി വണ്ടിയാണ്. സെറ്റ് ബ്ലാക്ക് കളറിലൊക്കെയാണ് വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, നമുക്ക് സ്റ്റിക്കറൊക്കെ അടിച്ച് കാണാം.
അപ്പോൾ വെച്ചാൽ ഇതാണ് സ്റ്റിക്കർ അടിച്ച ഓവറോൾ ലുക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ സെറ്റിൽ ഒരു ചെറിയ വീഡിയോ ആണ് വെച്ചാൽ 6-7 മിനിറ്റ് ഉള്ളൂ. സെക്കൻഡ് അല്ല, 6-7 മിനിറ്റ് ഉള്ളൂ. പെട്ടെന്ന് സെക്കൻഡ് തന്നെ വരുന്നത്. അപ്പോൾ ചുവപ്പും ബ്ലാക്കും കളർ തീമിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഇൻറ്റീരിയർ നമ്മൾ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. നമ്മുടെ ചെക്കന്മാർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, വോക്കലും കാര്യങ്ങളൊക്കെ, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ മച്ചന്മാരെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ട്, പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ഒരു നീണ്ട ബായ് മച്ചന്മാരെ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്ക്. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.